ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടെക് വിത്ത് ലിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ടെലഗ്രാമിലും അതേപോലെ പല പല മെസ്സേജസിലും നമുക്ക് പല ഫോർവേഡ് മെസ്സേജസ് കിട്ടുന്നുണ്ട്. അതായത് ഫേസ്ബുക്ക് ഈസ് മോണിറ്ററിങ് അവർ ഫേസ്ബുക്ക് ആക്ടിവിറ്റീസ്, സോ ഇമീഡിയറ്റ്ലി ഗോ ആൻഡ് ടു യുവർ സെറ്റിങ്സ് ആൻഡ് ടേൺ ഇറ്റ് ഓഫ്. ബട്ട് നമ്മളതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും അറിയണം. അപ്പം ഞാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ ഇതേപോലെ ഈ പറഞ്ഞ സെറ്റിങ്സിലൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ഇതെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇങ്ങനെയൊരു അവരുടെ ഒരു ഹെൽപ്പ് സെൻ്റർ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് ആയിരിക്കും. ആ ആപ്പ് സെൻ്റർ പേജിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി. അവരൊരു ഡീറ്റെയിൽ വീഡിയോയും അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് ശരിക്കും ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിലല്ലാണ്ട് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ശരിക്കും ബൈ നെയിം നമുക്ക് പറയാൻ പറ്റും ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റ് ഓർഗനൈസേഷൻസിൽ നിന്നും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആ ഡേറ്റേനെ ഇവർ ഫേസ്ബുക്കിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് ആക്ച്വലി ചുരുക്കത്തിൽ നമുക്ക് ബ്രീഫ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ആപ്പുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അതായത് സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വാട്സാപ്പ് എടുക്കുക, അല്ലെങ്കിൽ വേണ്ട നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് എടുത്തു എന്ന് വിചാരിക്കും. നമ്മളൊരു സാധനം സെർച്ച് ചെയ്യുന്നത് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സാധനത്തിൻ്റെ പേര് ഷോപ്പ് ചെയ്തൊന്ന് ഫ്ലിപ്കാർട്ടിന് അറിയാം. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് ശരിക്കും ഇവർ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ SDKs ആയിരിക്കും. ഫേസ്ബുക്കിൻ്റെ ബിസിനസ് ടൂൾസ് ഉണ്ട്. അതിൽ ഒന്ന് ഫേസ്ബുക്ക് SDK ആണ്, പിന്നെ ഒന്ന് ഫേസ്ബുക്ക് പിക്സൽ, പിന്നെ ഒന്ന് ഫേസ്ബുക്കിൻ്റെ ലോഗിൻ അക്കൗണ്ട് കിറ്റ്. ഈ ടൂൾസ് ആക്ച്വലി ഇവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബിസിനസ് പ്രൊമോഷൻസും ഒക്കെ കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഫേസ്ബുക്കിന് ആ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ SDKs ഒക്കെ യൂസ് ചെയ്തിട്ട് ആയിരിക്കും സൈറ്റ്സും ആപ്സും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ശരിക്കും ഫേസ്ബുക്കിൻ്റെ SDKs യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് സംഭവം സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് സെയിം ടൈം ഫേസ്ബുക്കിന് നമ്മൾ ആ ആപ്പിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ ചെയ്യുന്ന ഡാറ്റ ഫേസ്ബുക്കിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഫേസ്ബുക്കിന് ഈ ഡാറ്റാസൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മൾ മിക്ക ആപ്സിലും നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് വെച്ചിട്ട് ലോഗിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡാറ്റ ഫേസ്ബുക്കിൽ വഴി ആ ആപ്പിന് കിട്ടുന്നു. ആ ആപ്പ് നമ്മൾ യൂസ് ചെയ്തെന്ന് ഫേസ്ബുക്ക് അങ്ങനെ അറിയുന്നു. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സൈറ്റിലാണെങ്കിൽ കൂടി നമ്മൾ സൈറ്റിൽ ഫേസ്ബുക്ക് വെച്ചാൽ ലോഗിൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ കയറി നമ്മൾ ആ സൈറ്റിൽ എന്ത് ചെയ്യുന്നു എന്ന് പിന്നെ ഫേസ്ബുക്കിന് അറിയാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ ബിസിനസ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ കയറി സ്പെസിഫിക് ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ഫേസ്ബുക്കിന് അറിയാൻ പറ്റും. പിന്നെ അതനുസരിച്ച് റിലവൻ്റ് ആയിട്ടുള്ള ആഡ്സ് നമുക്ക് കാണിച്ചു തരുമ്പോൾ അത് ശരിക്കും ഫേസ്ബുക്കിന് അഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഇവരിത് എന്തിന് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസൺ. പിന്നെ ഇവർ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഇവർ ഡാറ്റ സെല്ല് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ആഡ്സിന് വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ നിവർത്തിയുള്ളൂ. കാരണം നമുക്കിനി ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടി നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് പോയിരിക്കുന്ന സൈറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ആപ്പുകളായിരിക്കും. അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് സെറ്റിങ്സിൽ കയറി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് എല്ലാം നോക്കണം. അതിലെന്തൊക്കെ ഡാറ്റയാണ് ആപ്സ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നത് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കാൻ പോവുകയാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആപ്സ് ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഞാനിപ്പോൾ എൻ്റെ ആപ്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ കാലം മുന്നേ റിമൂവ് ചെയ്തതാണ്. പക്ഷേ ഇവർ പറയുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ റിമൂവ് ചെയ്ത ആപ്സ് ആണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ടാവും, അത് ഫേസ്ബുക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ കയറി ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, മാനേജ് ആപ്സിന്. ഇവിടെ ഈ ആക്റ്റീവ് ടാബിൻ്റെ അണ്ടറിലായിരിക്കും നമ്മളിപ്പം ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്സൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അത് നമുക്ക് കയറി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം.
അവിടെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ആപ്സും അതേപോലെ വെബ്സൈറ്റ്സും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞതിൻ്റെ അകത്ത് അവരെന്തൊക്കെ നിങ്ങളുടെ എന്തൊക്കെ പേഴ്സണൽ ഇൻഫർമേഷനാണ് ആ സൈറ്റിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ നമ്മുടെ കാര്യം അതല്ല. നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റും ആപ്പും അവിടെ നമ്മളെന്താണ് ചെയ്യുന്നത് അത് ഫേസ്ബുക്കിന് കിട്ടും. അപ്പം നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം, നമുക്കിത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട്. കാരണം ഇതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇഷ്യൂസൊന്നും ഇല്ല. കാരണം നമ്മുടെ ഡാറ്റ ഫേസ്ബുക്ക് സെല് ചെയ്യുന്നില്ല, നമുക്ക് അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. അപ്പം നമുക്ക് തന്നെ വരത്തുള്ളൂ. നിങ്ങൾ ഭയങ്കര കൺസേൺഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആപ്സോ അല്ലെങ്കിൽ സൈറ്റ്സൊക്കെ റിമൂവ് ചെയ്യുന്ന വരത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ ഇപ്പോൾ ഒരു സ്നാപ്ഡീലിൽ ഞാൻ ഫേസ്ബുക്ക് വെച്ച് ഇപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്. ഞാൻ ലോഗിൻ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ ലോഗിൻ ചെയ്തിട്ട്, അതായത് ഒരു ആപ്പ് വഴി നമ്മൾ ലോഗിൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടും. അവരെന്തൊക്കെ അതായത് സ്നാപ്ഡീൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് നമ്മുടെ ഫേസ്ബുക്ക് ലോഗിൻ വഴി കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ പബ്ലിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, പ്രൊഫൈൽ പിക്ചർ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നെയിമൊക്കെ അതൊക്കെ പബ്ലിക് ആയിട്ടുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യണം ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്റ്റീവിൻ്റെ അണ്ടറിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് യൂസ് ചെയ്യുന്ന ആപ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയും നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റിമൂവ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്കങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആപ്സിന് ഇപ്പം നമ്മൾ ലോഗിൻ അല്ലാണ്ട് SDKs മാത്രം യൂസ് ചെയ്യുന്നതുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. നമ്മൾ യുവർ ഇൻഫർമേഷനും ഫേസ്ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ട് നമ്മൾ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതിൽ ഈ ക്വിക്ക് റൈഡ് എന്ന് പറയുന്ന ആപ്പ് ഞാൻ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്പ്. ഇതിൽ ഞാൻ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻഫർമേഷനും കൊടുത്തില്ല. അതായത് ഫേസ്ബുക്ക് ലോഗിൻ ഒന്നും കൊടുത്തില്ല. എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്തു. പക്ഷേ സ്റ്റിൽ ആ ആപ്പിൽ നിന്നുള്ള ഡാറ്റ ഫേസ്ബുക്കിന് കിട്ടുന്നു. ദാറ്റ് മീൻസ് ആ ആപ്പ് ഫേസ്ബുക്കിൻ്റെ SDK യൂസ് ചെയ്തിട്ട് ഫേസ്ബുക്കിൻ്റെ ഡാറ്റ കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ കാണിച്ചിരുന്നത് 14 ഇൻഫർമേഷൻസ് അവർ കിട്ടുന്നു. ഈ Paytm ഒക്കെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് സൈൻ അപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഫേസ്ബുക്ക് ഈസ് ഗെറ്റിംഗ് ഡാറ്റ ഫ്രം Paytm. അതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. അത് ലോഗിൻ ഉള്ള ആപ്പുകൾ മാത്രം അല്ലെങ്കിൽ സൈറ്റുകൾ മാത്രമൊന്നുമല്ല. ഫേസ്ബുക്ക് SDK യൂസ് ചെയ്യുന്ന എല്ലാത്തിലും അതുണ്ടാവും. അത് നമ്മൾ അറിയാൻ പറ്റുന്നത് നമുക്ക് ഒന്നുകിൽ നമ്മൾ ആപ്സോ അല്ലെങ്കിൽ സൈറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൈവസി പോളിസീസൊക്കെ നമ്മൾ വായിച്ചു നോക്കേണ്ടി വരും. പക്ഷെ നമ്മളതൊന്നും വായിച്ചു നോക്കാനുള്ള സമയം കാണിക്കാറില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. അപ്പം ഇത് ഞാൻ ശരിക്കും ഗൂഗിൾ ചെയ്ത് കുറേ വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ആഡ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം താങ്ക് യു.